നമസ്കാരം. ഒരു പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി നമുക്കൊരു മുൻധാരണ ലഭിക്കും. അങ്ങനെ ഒരു മുൻധാരണയോടുകൂടി തന്നെയാണ് ഈ പുസ്തകവും കയ്യിലെടുത്തത്. എന്നാൽ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി, ഇത് വെറും ഒരു യാത്രാ വിവരണമല്ല. സാധാരണ പോയ യാത്രയുടെ അനുഭവങ്ങൾ വായനക്കാരനുമായി മനോഹരമായി പങ്കുവയ്ക്കുക എന്ന ദൗത്യമാണ് മിക്കവാറും എല്ലാ യാത്രാ വിവരണങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഈ പുസ്തകം അതിലും വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. വായനക്കാരൻ്റെ ഉള്ളിൽ പച്ചപ്പ് നിറയ്ക്കുക എന്ന ദൗത്യം. മനുഷ്യ മനസ്സുകളിൽ നിന്ന് പടിയിറങ്ങിപ്പോയ പ്രകൃതി ചിന്തയെ തിരിച്ചു വിളിക്കുക എന്ന വലിയ ദൗത്യം. ശ്രീ എൻ എ നസീർ എഴുതിയ വന്യതയുടെ ഇന്ദ്രജാലം എന്ന പുസ്തകത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളോ ദഹിക്കാത്ത വാക്യങ്ങളോ ഇല്ല. ലളിതവും താളാത്മകവുമായ രചനാരീതി. കൊച്ചുകുട്ടികൾക്ക് പോലും ആസ്വദിച്ച് വായിക്കാവുന്ന പുസ്തകം. കാട്ടിലെ യാത്രക്കിടയിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വലുതും ചെറുതുമായ ജീവികൾ മാത്രമല്ല, കാറ്റും മഞ്ഞും മഴയും വെയിലുമെല്ലാം രചനയിൽ നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ വിത്ത് പാകാനുതകുന്ന രചനാരീതി. സാഹിത്യമുല്യത്തിനപ്പുറത്ത് മനുഷ്യൻ പ്രകൃതിയോടടുക്കേണ്ടതിൻ്റെ ആവശ്യകത പറയാതെ പറയുന്ന പുസ്തകം. പ്രകൃതി എന്ന വിശാലമായ കുടക്കീഴിൽ ജീവിക്കാൻ അവസരം ലഭിച്ച നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഓർത്തുപോകും. മനുഷ്യരും പ്രകൃതിയിലെ ജീവജാലങ്ങളും സഹവർത്തിത്വത്തോടെ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉള്ളിൽ നിറയ്ക്കുന്ന വാക്കുകൾ. കാടിനകത്ത് ഇങ്ങനെ ഒരു വിസ്മയ ലോകമുണ്ടോ എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. നാം മനുഷ്യർ പൊതുവെ സ്വന്തം കാര്യം മാത്രമല്ലേ ചിന്തിക്കാറുള്ളൂ. മനോഹരമായ ചിത്രങ്ങൾ ഈ പുസ്തകത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. വന്യത അതൊരു ഇന്ദ്രജാലം തന്നെയാണെന്ന് കാണിച്ചു തന്ന ഈ പുസ്തകം വേറിട്ടൊരു വായനാനുഭവം നൽകി. ഇതുവരെ കാണാത്ത കാട് എഴുത്തിലൂടെ കാണിച്ചു തന്ന നസീർ മാഷിന് നന്ദി. ഇനിയും കാടറിവുകൾക്കും കാടനുഭവങ്ങൾക്കുമായി കാത്തിരിക്കുന്നു.